ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചാലിക്കുട്ടാപ്പി വേൾഡിലെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അഡ്മിറ്റാണെന്ന്. അപ്പോൾ പോകുന്ന വഴിയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആകെ ഇമോഷണലായി പോയി ഗായ്സ്. എൻ്റെ കുഞ്ഞ്, അവനെ ശരിക്കും മിസ് ചെയ്യൂലോ. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എനിപ്പോഴും പറയുമെങ്കിൽ സങ്കടം വരുന്നത്. അപ്പോൾ ആ ഒരു സങ്കടമായി പോയി പെട്ടെന്ന്. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി പോയി. അതുകൊണ്ട് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, ഞാൻ എടുത്തില്ല. ഇവ പറയുന്നത് എപ്പോഴായിട്ട് കണ്ടു പിന്നെന്ന് പറയണം, പറയാൻ തന്നെ എന്നുവെച്ചാൽ അവനങ്ങനെ മിസ് ചെയ്തിട്ടില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായി. അയ്യോ, ഇമോഷണലായിപ്പോയി ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കട്ട് ചെയ്തത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് 7-ാം തീയതി വെള്ളിയാഴ്ച അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേണ്ട, നീ നാളെ തന്നെ അഡ്മിറ്റ് ആയിക്കോ എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മളിപ്പോൾ പോവുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ ഒരു കടയിൽ വരണമായിരുന്നു. അപ്പോൾ കൂട്ടുകാർ ഞങ്ങൾ കടയിലേക്ക് പോയേക്കുക. അപ്പോൾ എൻ്റെ അമ്മ വരുന്നുണ്ട്. അപ്പോൾ അമ്മ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അമ്മ വയറ്റിലേ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മേനെ വയറ്റിലേന്ന് പൊക്കണം. പിന്നെ എൻ്റെ ചേച്ചിയും ചേട്ടനും ഞങ്ങളെയും നാത്തൂനും അവരും അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊരു വേറൊരു കാര്യത്തിന് വന്നതാണ്. അപ്പോൾ എന്തായാലും കാണാമല്ലോ. അപ്പോൾ അവരും വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണാം. എനിക്ക് നല്ല സങ്കടമുണ്ട് കേസ്. എന്താണെന്നറിയില്ല, ഞാൻ കഴിഞ്ഞ 2 ഡെലിവറി ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടില്ല. ഇതിലെന്ത് വല്ലാത്തതായിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലാണ് ഞാൻ. എൻ്റെ കുഞ്ഞുങ്ങൾ, എനിക്കത് സത്യം പറഞ്ഞാൽ കാർത്തി, അയ്യോ പിന്നെയും കണ്ടെന്ന് പറയുന്നു. അയ്യോ, ഈ വ്ളോഗ് മിക്കവാറും ഞാൻ കരഞ്ഞ് അലമ്പാക്കുമെന്ന് തോന്നുന്നു. അത് എന്തോ സത്യമാണ്. നമുക്ക് അയ്യോ, നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ നമ്മളെ മിസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എനിക്ക് കാണണമെന്ന് പിന്നെയും പറയുക. എന്തായാലും ഞാൻ നിറഞ്ഞ് കാര്യം എന്തായാലും കാണുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇനിയും കട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് വയ്യ. എൻ്റെ കണ്ണ് പിന്നെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കും. പിന്നെ എനിക്ക് വ്ളോഗ് എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഓക്കെ, ഞാൻ ഓക്കെ ആയി. പറ്റുന്നില്ല, പിള്ളേരെ കാര്യം പറഞ്ഞ ഇപ്പം തന്നെ എൻ്റെ കണ്ണ് നിറയും. എന്തായാലും എനിക്ക് കാർത്തിനെ കാണണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ കാർത്തിനെ കാണണം. ഹോസ്പിറ്റലിലേക്ക് കൊച്ചിന് വാവെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. അങ്ങനെ പിന്നെ കുട്ടേട്ടൻ വന്നു കേട്ടോ. കുട്ടേട്ടൻ വന്നു. നമ്മൾ നേരെ പിന്നെ നമ്മുടെ ഭഗവാന്മാരെ മറക്കാൻ പാടില്ലല്ലോ. നമ്മൾ തിരുവനന്തപുരം ഭഗവാന് കാണിക്കൊക്കെ ഇട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പിന്നെ പോയി. പിന്നെ ഞങ്ങൾ വയറ്റിലെത്തി. നല്ല മഴയായിരുന്നു. തൃപ്പൂണിത്തുറ കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല പേരപ്പം മഴയായിരുന്നു. അങ്ങനെ പിന്നെ വയറ്റിലേന്ന് അമ്മേനെയും പൊക്കി കൊണ്ട് നേരെ അമ്മ ഞങ്ങളെ നോക്കി കുറച്ച് നേരം വെച്ചൊരു പോസ്റ്റ് 15 മിനിറ്റോളം അമ്മ പോസ്റ്റായി. എന്നാലും കുഴപ്പമില്ല, അമ്മേനെ പൊക്കി എടുത്തു. എൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് അമ്മയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഡെലിവറി സമയത്ത് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ലീവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഡെലിവറി ഡേറ്റ് നോക്കിയിട്ട് അങ്ങനെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മളിവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് പാടെ തന്നെ നമ്മൾ കാഷ്വാലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ എല്ലാം ചെന്ന് തിരക്കേണ്ടിയിരുന്നത്. അവിടെ ചെന്ന് ഒപ്പി കയറി ചീട്ടൊക്കെ എടുത്തു, അഡ്മിഷനൊക്കെ എടുത്തു, ഡീറ്റെയിൽസൊക്കെ കൊടുത്തു. അങ്ങനെ ഉച്ച കഴിഞ്ഞു നമ്മളൊന്ന് വാർഡിൽ ചെന്നപ്പോൾ. നമ്മൾ ആദ്യം വാർഡിലേക്കാട്ടോ നമ്മളെ കയറ്റിയത്. ഞാനിപ്പോൾ ആശുപത്രിയിലാണെന്ന് പറഞ്ഞല്ലോ, അഡ്മിറ്റായി. പിന്നെ പറയാനാണ്, ഈശ്വര എത്രയും പെട്ടെന്ന് നടത്താൻ മതിയായിരുന്നു. എന്നെ കണ്ടോ ഗൈസ്, ഇതൊക്കെ അമ്പലക്കൂലി ഗൈസ്. ഇത് ഞാൻ ഊരിയിട്ടില്ല. ഞാൻ ഊരും, ഈ മൂക്കൂത്തി ഞാൻ ഊരിയിട്ടില്ല, ഇതും ഊരിയിട്ടില്ല. ബാക്കിയൊക്കെ ഊരി ഗൈസ്. മൂക്കൂത്തിയൊക്കെ ഇത് പുതിയ കുത്തിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഊരി അടങ്ങി പോകുന്നു. അങ്ങനെ നമ്മൾ 5-ാം തീയതി നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോസൊന്നും എടുക്കാനുള്ള മാനസികാവസ്ഥയായിരുന്നില്ല. എന്നെ പിന്നെ ഡോക്ടർ 5-ാം തീയതി PV ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. PV ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ നാളെ തന്നെ C സെക്ഷൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെയാണ് നമ്മളെ 6-ാം തീയതി നമ്മൾ സി സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കോളാൻ പറഞ്ഞു. വെളുപ്പിനെ 5:30 എണീറ്റ് ചായയൊക്കെ കുടിച്ച് റെഡിയായി. തേണ്ട നമ്മുടെ ബേബി ഒരു 10-8 ആയപ്പോൾ നമുക്കൊരു ബോയ് ബേബി വന്നു. അപ്പോൾ നമ്മുടെ ഡെലിവറി വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോസൊന്നും എനിക്ക് കിട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എടുത്തു തരാമെന്ന് പറഞ്ഞ ആൾക്കാരൊന്നും സമയത്ത് എത്തിയില്ല. അതുകൊണ്ടാണ് ഗൈസ്. എനിക്ക് അല്ലൂട്ടൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണുമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ കുട്ടീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞാവെ കാണുമ്പോൾ അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് എനിക്ക് കാണണമെന്ന്. കാരണം എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വീഡിയോ എടുത്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ആണ് ഗൈസ് എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. അവനിങ്ങനെ കുഞ്ഞിനെ നോക്കുന്നത്, തൊടാൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നാലും അവൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല ഗൈസ്. പിന്നെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും ആ ഒരു സിറ്റുവേഷനിലായിരിക്കില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ ഉള്ള വീഡിയോ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡെലിവറി വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു, ടാറ്റാ.